പല വാർത്തകളിലും നിറഞ്ഞു നിന്ന രാത്രി പ്രത്യേകിച്ച് വാർത്തകളിലും നിറഞ്ഞു നിന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം ഉണ്ടായിരുന്നു. ഇറാനിൽ വലിയ സ്ഫോടനങ്ങൾ നടക്കുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് ഇറാനിലെ പാർച്ചിൻ ആണവ നിലയത്തിന് സമീപം ശക്തമായിട്ടുള്ള സ്ഫോടനം നടന്നതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട് എന്നുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്നലെ 9 മണിക്ക് വിട്ട് ആ ഒരു അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ സ്ഫോടനങ്ങൾ നടക്കുന്നുണ്ട് എന്നത് പറയപ്പെടുന്നുണ്ട്. പക്ഷേ അതിൽ കാര്യമായൊരു പ്രതികരണമോ അല്ലെങ്കിൽ അത് സ്ഥിരീകരണമോ വന്നിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാത്തത്. ആ സ്ഥിരീകരണം വന്നു കഴിഞ്ഞു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പറയുന്നത് അത് സ്ഫോടനങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ അമേരിക്ക ഇട്ടതോ അല്ലെങ്കിൽ ഇസ്രായേൽ വിട്ടതോ നാറ്റോ സഖ്യം വിട്ടതോ ഒന്നുമല്ല. അവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളിൽ അവരുടെ ആയുധ വിന്യാസങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്ത പരീക്ഷണങ്ങളായിരുന്നു. സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യണം, അതേപോലെ തന്നെ എന്തെങ്കിലും ഒന്ന് എഴുതിയിടണം നിങ്ങളുടെ അഭിപ്രായക്കേടുകൾ. ഓക്കെ, നമുക്ക് പറയാം. ടെഹ്റാനിലെ അതീവ സുരക്ഷയുള്ള പാർച്ചിൻ സൈനിക ആണവ സമുച്ചയത്തിന് സമീപം വലിയ സ്ഫോടനം നടന്നതായി സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇറാൻ റവല്യൂഷണറി ഗാർഡ് അഥവാ IRGC ഗാർഡിൻ്റെ പേജിലാണ് ഞാൻ അതിൻ്റെ മലയാളം പതിപ്പാണ് കാണിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. എന്തിനാ ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതിൽ അറ്റാച്ച്മെൻറ്റ് ചെയ്യാം? ഞാനിപ്പോൾ സ്കൂളിലേക്ക് പോകേണ്ട സമയമായി. അപ്പം അതിൻ്റെ ഇടയിൽ ചെയ്യുന്ന കാര്യമാണ്. അങ്ങനെ അതൊന്ന് ചെയ്തെല്ലാം സെറ്റായി വരുമ്പോഴേക്ക് ടൈം എടുക്കും എന്നുള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ കാണിക്കുന്നത്. മാത്രമല്ല, നിങ്ങൾക്ക് IRGCയുടെ സൈറ്റിൽ പോയത് കൃത്യമായിട്ട് അതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ കാണാനും പറ്റും. എന്നിട്ട് പറഞ്ഞു വരുന്നത് പ്രദേശത്തുനിന്ന് വലിയ ശബ്ദം കേട്ടതായി എന്ന് പറയുന്നത് ശരി തന്നെയാണ്. പക്ഷേ അത് ഞങ്ങളുടെ അഥവാ IRGCയുടെ പ്രധാനപ്പെട്ട ഭാഗത്തെ കൂട്ടിയോജിപ്പിക്കാൻ വേണ്ടി വ്യോമ പരീക്ഷണങ്ങൾ നടത്തിയതാണെന്നാണ്. അഥവാ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, അത് മറ്റാരും പുറത്തുനിന്ന് വന്ന് അറ്റാക്ക് ചെയ്തതല്ല. ഞങ്ങളുടേതായിട്ടുള്ള മിസൈൽ പരീക്ഷണവും അതോടൊപ്പം തന്നെ ഞങ്ങൾ ആയുധങ്ങൾ ക്രമപ്പെടുത്തിയതുമാണ്. അത് രാജ്യത്തിൽ ആ ഭാഗം മാത്രമല്ല പല ഭാഗത്തും ഉണ്ടായിട്ടുണ്ട് എന്നുകൂടിയും ഈ IRGC സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥിരീകരണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാത്തു നിന്നത്. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ വലിയ സ്ഫോടനങ്ങൾ അവിടെ നടന്നു എന്ന് പറഞ്ഞിട്ടൊരു തമ്പനയിൽ വിട്ടിട്ട് ഒരു വീഡിയോ ചെയ്താൽ നല്ല ഒരു ലക്ഷക്കണക്കിന് ആളുകൾ ഇത് കാണും. പക്ഷെ അങ്ങനെ കണ്ടതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ല, പേടിപ്പിക്കുന്ന ഒരു വാർത്തയെ മാറിയേക്കാമെന്ന് കരുതിയിട്ടാണ്. ഇപ്പോൾ അതിൻ്റെ വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽ വന്നു. IRGCയുടെ ഭാഗത്ത് തന്നെ വന്നിട്ട് പറയുന്നത് അത് നടന്നത് ശരിയാണ്, പക്ഷേ ആക്രമിക്കപ്പെട്ടതല്ല. ഞങ്ങളുടെ സംവിധാനങ്ങൾ ഒന്ന് ഉപയോഗിച്ച് നോക്കിയതാണ്, അഥവാ അതിൻ്റെ കൃത്യനിഷ്ഠത എത്രത്തോളം ഉണ്ട് എന്നുള്ളൊരു പരീക്ഷണം നടത്തിയതാണ്. അതുകൊണ്ട് ആരും ബേജാറാകേണ്ടതില്ല. മിലിറ്ററി ഡ്രിൽ എന്നാണ് ഇതിന് പറയുന്നത്. അഥവാ സൈനിക അഭ്യാസം നടക്കുകയായിരുന്നു എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ. അതിൽ നിന്ന് വ്യക്തമാണ് ഇസ്രായേൽ അതുപോലെ തന്നെ അമേരിക്ക ഈ രണ്ട് ഭാഗത്തു നിന്ന് ആക്രമിക്കാൻ വേണ്ടി തക്കം പാർത്ത് കിടക്കുന്ന ഈ രാജ്യത്ത് എന്തെങ്കിലും ഒന്ന് ശബ്ദം അനിയന്ത്രിതമായിട്ട് അസ്വാഭാവികമായിട്ടുണ്ടാകുമ്പോൾ സ്വാഭാവികമാണ് ഇൻ്റർനാഷണൽ ലെവലിലുള്ള മാധ്യമങ്ങളും മറ്റുള്ള മാധ്യമങ്ങളൊക്കെ ഇതൊരു ബോംബ് സ്ഫോടനമാണെന്ന് പറഞ്ഞിട്ട് പ്രത്യേകം എടുത്തെഴുതിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ അതങ്ങനെ എടുത്തെഴുതാനോ വേർഡ് ചെയ്യാനോ ചെയ്യാതിരുന്നത് നമുക്കൊരു നല്ല ഒരു ട്രസ്റ്റായിട്ടുള്ള ഒരു സോഴ്സിൽ നിന്ന് അത് കിട്ടട്ടെ എന്ന് മനസ്സിലാക്കിയിട്ടാണ്. ഇപ്പം അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ട്. യുദ്ധം തുടങ്ങിയിട്ടില്ല, യുദ്ധം തുടങ്ങാൻ ആയിട്ടുമില്ല എന്ന് അവർ പറയുന്നില്ല. പക്ഷേ യുദ്ധം ഓൾറെഡി തുടങ്ങിയിട്ടില്ല. ഒരു പ്രകോപനപരമായിട്ടുള്ളൊരു സമീപനം ഇസ്രായേലിൻ്റെയോ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇത്രയും സമയമായിട്ട് നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വന്നിട്ടില്ല എന്നുള്ളതാണ് ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി സൂചിപ്പിക്കുന്നത്. എന്താണെങ്കിലും ഇറാൻ്റെ ഏറ്റവും വിശ്വസനീയമായിട്ടുള്ള പേജുകളാണ് നമുക്ക് ഏറ്റവും ഗുണകരം. അതാകുമ്പോൾ പ്രത്യേകിച്ച് ആരോടും ചോദിക്കാനോ പറയാനോ അവർ ഈ പോസ്റ്റ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ വീഡിയോയിലൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഇറാൻ്റെ ഏറ്റവും വലിയ മുന്നൊരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ ഇതിൻ്റെ ഭാഗമായി നമുക്ക് പറയാൻ പറ്റും. കാരണം അവരുടെ പല മേഖലകളിൽ സംവിധാനിച്ചിട്ടുള്ള മിസൈൽ ലോഞ്ചർ, അതേപോലെ തന്നെ ബന്ധപ്പെട്ട അവരുടെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ മിസൈൽ തന്നെയാണ്. അതൊക്കെ ഒന്ന് പരിശോധിച്ചു. മെയിൻ ഘടകങ്ങളൊക്കെ കംപ്ലീറ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആർക്കോ വേണ്ടി ഏതോ ഒരു സമയം എന്നല്ല, ഇറാൻ എപ്പോഴാണോ ഉണരുന്നത് അത് അമേരിക്ക ഉണർത്തണമെന്നാണ് പറയുന്നത്. അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് വെറുതെയെങ്കിലും ഒരു ഡ്രോണ് കൊണ്ടുവന്ന് അല്ലെങ്കിൽ ചാവേർ ഡ്രോണുകൾ അവിടെ വന്ന് വീണാൽ അതോടുകൂടെ യുദ്ധം ആരംഭിക്കും. ആയത്തുള്ള ഖാംനയ്ക്ക് എതിരായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയാൽ അതും യുദ്ധത്തിന് കാരണമായേക്കും എന്ന് പറയുന്ന ഇറാനെ പേടിച്ചിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്ക. ഇത്രയും വലിയ സായുധ സംഘങ്ങളും ഇൻ്റർനാഷണൽ ലെവലിലുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടെന്ന് എല്ലാ സമയവും ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഈ അമേരിക്ക ആകട്ടെ ഒന്നും മിണ്ടാതെ നിൽക്കണോ അല്ല പോകണോ അല്ല നിൽക്കുകയാണെങ്കിൽ എന്താകും, ഇനി പോവാണ് ആരെയും കാണുമോ എന്നുള്ളൊരു മ്ലാനതയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. വഞ്ചന അവരുടെ കൂടപ്പിറപ്പാണ്. അത് വേറെ.
പക്ഷേ ഈ കപ്പൽ കൊണ്ടിട്ടിട്ട് ആളുകളെ പേടിച്ചിട്ട് എല്ലാം തകർത്ത് തരിപ്പണമാക്കി കീഴ്പ്പെടുത്താമെന്നൊരു തോന്നൽ വെനിസ്വേലയിൽ നടന്നിട്ടുണ്ട്. പക്ഷേ ഈ കപ്പൽ കണ്ടിട്ടൊരു തോണിയുടെ വില പോലും ഇറാൻ കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. അവരുടെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു, കപ്പലോ ഇനി മറ്റെന്തെങ്കിലോ അത് ഞങ്ങളെ ഭാഗമല്ല, ഇങ്ങോട്ടേക്ക് അറ്റാക്ക് ചെയ്യുന്നോ അതുവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യും. ആ കപ്പലിൽ എന്തൊക്കെ ഉണ്ട് നടക്കുന്നത് എന്നുള്ള ഞങ്ങളുടെ റൂമുകളിൽ ഇരുന്നിട്ട് വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അത്ര കണ്ടിട്ട് നിങ്ങളാരും വെറുതെ ഇരിക്കുന്നുണ്ട് എന്ന് വിചാരിക്കേണ്ട, ഞങ്ങൾ അതീവ അലേർട്ടഡ് ആണെന്ന് മനസ്സിലാക്കുക. മൊത്തം കൈവിട്ട് പോകുന്നിടത്താണ് അമേരിക്ക എന്ന തോന്നൽ അമേരിക്കയ്ക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര ദിവസമായിട്ട് ഒന്നും ചെയ്യാതിരിക്കുന്നത്. അല്ലാതെ ട്രംപ് എന്ന് പറയുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അറ്റാക്ക് ചെയ്യാൻ മുന്നും പയ്യും ചിന്തിക്കാത്തൊരു മനുഷ്യനാണ്. പക്ഷേ ഇറാനിലേക്ക് കടന്നാക്രമണം നടത്താൻ പറ്റാത്തത് ഒന്ന് ആലോചിച്ചിട്ടേ ചെയ്യാൻ കഴിയുള്ളൂ എന്ന ഒരു ചിന്ത അവർക്കുണ്ടായിട്ടുണ്ട്. ആ ചിന്ത ഉണ്ടാക്കി കൊടുക്കാൻ ഇറാന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ആധുനിക ലോകത്ത് നട്ടുള്ളൊരു രാജ്യം അത് ഇറാൻ മാത്രമാണ്. ഒരുപാട് സമ്പത്തുകളിലെ പല രാജ്യങ്ങളും അവിടെ കുമ്പിട്ട് അവരുടെ മുമ്പിൽ ഏത്തിട്ട് നടക്കുന്ന സമയത്താണ് ഇവിടുന്ന് ഇറാൻ എന്ന് പറയുന്ന ഉപരോധിക്കപ്പെടുന്ന രാജ്യം വളരെ അന്തസ്സോടെ പറയുന്നു, നിങ്ങൾ കപ്പലോ അതിൻ്റെ മേൽ വേറെ കൊണ്ടാച്ചോ കുഴപ്പമില്ല, ഞങ്ങളുടെ രാജ്യത്തൊന്ന് തൊട്ടു നോക്കൂ, അപ്പം വിവരം അറിയും. എങ്ങനെ അറിയുമെന്നതൊക്കെ ആ സമയത്ത് കാണാൻ പറ്റും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്കിതിലൂടെ പറയാനുണ്ടായിരുന്നത്. മൊത്തം അരക്ഷിതാവസ്ഥ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എപ്പോൾ തുടങ്ങും എന്നതിനെക്കുറിച്ചൊന്നൊരു വ്യക്തതയില്ല. എങ്കിലും കൃത്യമായിട്ടുള്ളൊരു ഇൻഫർമേഷൻ രണ്ട് രാജ്യത്തു നിന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു ആശ്വാസം. കാരണം അമേരിക്ക, ഇസ്രായേൽ, ഇപ്പോൾ ഖത്തർ കൂടിയിട്ട് അതിലേക്ക് വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഈ ഇറാൻ. അങ്ങനെയുള്ള നേരത്തെ പറഞ്ഞ വീഡിയോയിൽ പറയുന്നത് പോലെ ഇറാൻ ഖത്തറിനെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. എന്തോ ഒരു അപമര്യാദ കാണിച്ചിട്ടുണ്ടാകാം. കാരണം അപമര്യാദ എന്ന് പറയുന്നത് ടൈഫോൺ വിമാനത്തെ അവിടെ കൊണ്ടുപോയി ഇറക്കി എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾക്ക് ഞങ്ങളെ വിശ്വാസമില്ലാത്തതിൻ്റെ പേരിലല്ല നിങ്ങളത് ചെയ്തത് എന്ന ചോദ്യം വളരെ പ്രസക്തവുമാണ്. അപ്പോൾ ഈ 3 രാജ്യങ്ങൾ ഒരു മുൾമുനയിൽ നിൽക്കേണ്ടി വരുമോ ഇല്ലയോ, എങ്ങനെയാണ് കാര്യങ്ങൾ പോവുക എന്നുള്ളതൊക്കെ വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം. എന്താണെങ്കിലും ആണവ നിരീക്ഷണ കേന്ദ്രങ്ങളും ആണവ സംവിധാനങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന പല മേഖലകളും അതീവ സുരക്ഷമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇറാൻ്റെ പാർച്ചിൻ പ്രദേശം പ്രത്യേകിച്ച് സുരക്ഷാ വലയത്തിൻ്റെ ഉള്ളിലാണ്. പാർച്ചിനിലാണ് ഈ ഏറ്റവും പ്രധാനപ്പെട്ട ആണവ ഊർജ്ജ പദ്ധതിയുമായിട്ട് ഇറാൻ സംവിധാനിച്ചു വെച്ചിരിക്കുന്നത്. അതിൽ ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇനി പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ഹൈ അലേർട്ടഡ് ആയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ സൈറം മുഴങ്ങുകയും രാജ്യത്തെ അറിയിക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. ആ ഭാഗമാണ് ഈ കാണുന്നുണ്ടോയെന്നറിയില്ല. ഇതാണ് സംഗതി. ഇവിടെയാണ് ബോംബ് സ്ഫോടനം നടന്നു എന്ന് ഇന്നലെ മാധ്യമങ്ങളൊക്കെ കൊട്ടിഘോഷിച്ചത് വെറുതെ പറയായിരുന്നു. ആ ഭാഗങ്ങളുണ്ടായിരുന്നു. പക്ഷേ അത് അവരുടെ സ്വന്തം അവരുടെ പരീക്ഷണങ്ങൾ ഡ്രില്ലായിരുന്നു. എന്ത് ഡ്രില്ല് ഇവിടെ പറയുന്നുണ്ട്, മിലിറ്ററി ഡ്രില്ലായിരുന്നു എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. പേടിക്കാൻ ഇപ്പോൾ ഓൾറെഡി ഒന്നുമില്ല എന്ന് പറയാൻ കഴിയില്ല. പേടിക്കേണ്ട സ്ഥിതിയിലേക്ക് അത്ര അരക്ഷിതാവസ്ഥയിലേക്ക് യുദ്ധമായിട്ടൊന്നും തുടങ്ങിയിട്ടില്ല എന്ന ആശ്വാസ വാക്കോടുകൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഗുഡ് ബൈ.